ഹായ് ഗെയ്സ്, കുറേ നാളത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രാക്ടർ സ്വന്തമാക്കാം, എങ്ങനെ ഞങ്ങൾ ഈ ലാൻഡ് നമ്മുടെ കൃഷിക്ക് വേണ്ടി റെഡിയാക്കി എടുത്തു എന്ന് കാണണ്ടേ. ഇപ്പം കൃഷി എന്ന് പറയുന്നത് ട്രെൻഡ് ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ആ കാലത്ത് എങ്ങനെയാണ് ഇതിലേക്ക്? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് 16 വയസ്സ് ഉള്ളപ്പോൾ, കൃഷി എന്ന് പറയുന്നത് എനിക്ക് വലിയ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ ഞാൻ നമ്മുടെ അടുത്തൊരു വണ്ടിയിൽ ട്രാക്ടറിൽ ഊട്ടുവാൻ പറ്റായിട്ട് പോകുമായിരുന്നു. അത് 2 കൊല്ലത്തോളം ഞാൻ ആ വണ്ടിയുടെ കൂടെ നടന്ന് പണിയും കാര്യങ്ങളും എല്ലാം പഠിച്ച്, പിന്നെ ഈ 2024 സ്പാം എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്നും ഞാൻ ഈ വണ്ടി എടുത്തത്. 50% സബ്സിഡിയോട് കൂടിയാണ് ഈ വണ്ടി എടുത്തത്. ഈ മാസം ഡിസംബർ 31 തൊട്ട് സബ്സിഡിക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഭീഷണിയിലാണല്ലോ. ഇങ്ങനെ ഒരു ട്രാക്ടർ വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു സംവിധാനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അതിനാദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്പാം എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ കേരള സർക്കാരിൻ്റെയും സംയുക്ത ആത്മഹത്യ നടത്തുന്ന നമ്മൾ അപേക്ഷ വെച്ചു കഴിഞ്ഞാൽ ഏതൊരു കർഷകരും 50% സബ്സിഡി കൂടി കാർഷിക ഉപകരണങ്ങൾ കിട്ടുന്നതാണ്. ഒരു മുടക്ക് മുതൽ എന്തോരം വരും നമ്മുടെ ഭാഗത്തു നിന്ന്? നമ്മൾ എന്ത് കാർഷിക ഉപകരണങ്ങളാണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ട്രാക്ടർ ആണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ട്രാക്ടറിന് 5 ലക്ഷം രൂപ സർക്കാർ സബ്സിഡി നൽകുന്നതാണ്. ഇതിനും 50% സബ്സിഡി ഉണ്ട്. അത് നമ്മുടെ ഉപയോഗം അനുസരിച്ച് ഉള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാം. ഇത് ഇത്ര സിമ്പിളായി 18 വയസ്സ് ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ കാലത്ത് തൊഴിൽ കണ്ടുപിടിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എക്സ്പോർട്ടിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടിംഗ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒന്നും ഇവിടെ കണ്ടു കിട്ടാൻ കൂടിയില്ല. അത് എല്ലാം വരുത്തുന്നത് പുറത്തു നിന്ന് തന്നെയാണ്. നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലാണ്. ഫോർ അവർ ബെറ്റർ ഫ്യൂച്ചർ, ഫോർ അവർ ബെറ്റർ വെൽത്ത് ആൻഡ് ഹെൽത്ത്. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്.